ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവരാജ്യമാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. ദൈവരാജ്യത്തെ ഒരു കടുകുമണിയോടും കടുകുമണിയുടെ വളർച്ചയോടുമാണ് മർക്കോസ് സുവിശേഷകൻ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ ദൈവം യേശുവാകുന്ന ദൈവരാജ്യത്തിൻ്റെ വിത്ത് പാകി അത് പടർന്ന് പന്തലിച്ച് അപ്പോസ്തലന്മാരിലൂടെ കടന്നുവന്ന് ഇന്ന് നമ്മളിലെത്തി നിൽക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഫലം നാം പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കടുകുമണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ കടുകുമണി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, ഒരു വിത്തിനെ പോലെയാകുവാൻ കടുകുമണി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിത്തിൻ്റെ പ്രത്യേകത അത് മണ്ണിനടിയിലായിരുന്നു കൊണ്ട് എല്ലാവിധമായ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് വലിയ മരമായി ഉയർന്നു വരുന്നത്. അതുപോലെ ദൈവരാജ്യം എന്ന വിത്ത് പാകപ്പെട്ടിരിക്കുന്ന നമ്മളിലും യേശുവിൻ്റെ സുവിശേഷവുമായി ലോകമെമ്പാടും പോകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്കും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ വൻമരമായി മാറുവാൻ നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ഈ സുവിശേഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഒരു തണൽ മരമാകുവാൻ, എല്ലാവർക്കും തണലായി മാറുവാനുള്ള വലിയ ഒരു ക്ഷണം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നു. നമുക്കറിയാം, കടുകുമണി മറ്റു മരങ്ങളെപ്പോലെ വലിയ മരമായി മാറുന്നില്ല. 12 അടിയോളം മാത്രമാണ് അതിൻ്റെ വളർച്ച. എങ്കിൽ തന്നെയും അതിനു താഴെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മറ്റ് മൃഗാദികൾക്കുമൊക്കെ തണൽ മരമാകുവാനും അഭയമാകുവാനും കടുകുമണിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് തണൽ മരമായി മാറുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത്, ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് എത്തുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. എല്ലാവർക്കും തണൽ മരമായി, അഗതികൾക്ക് തണൽ മരമായി, അഗതികളുടെ അമ്മയായി മാറി വിശുദ്ധ മദർ തെരേസ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിത്തിനെ പോലെ ആയിക്കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും വിശ്വാസം പ്രചരിപ്പിക്കുവാനും വിശ്വാസത്തിൻ്റെ സാക്ഷികളായി മാറുവാനും നമ്മൾ ശ്രമിക്കണം. അതുപോലെ എല്ലാവർക്കും തണൽ മരമായിക്കൊണ്ട്, എല്ലാവർക്കും അഭയമായിക്കൊണ്ട്, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.